അമ്മ വീണ്ടും വന്ന് വലിയമ്മയുടെ കൈ പിടിച്ചു. ഏടത്തി, അതിനെ കൊല്ലണ്ട, ഞാൻ ചാവും, അവൾ അങ്ങ് ചാവട്ടെ. വലിയമ്മയുടെ പിടിയിൽ നിന്നും അമ്മ കുട്ടിയേടത്തിയെ വേർപെടുത്തി. കുട്ടിയേടത്തി കോലയിലെ പടിഞ്ഞാറേ അറ്റത്ത് തൂണും ചാരിയിരുന്ന് തേങ്ങിക്കരഞ്ഞു. എനിക്കും സങ്കടം തോന്നി. അത്ര അടിയാണ് കുട്ടിയേടത്തി കൊണ്ടത്. ഞാൻ അപ്പുറത്ത് ചെന്ന് വിളിച്ചു, കുട്ടിയേടത്തി പൊയ്ക്കോ അവിടുന്ന്. കുട്ടിയേടത്തിക്ക് ദേഷ്യമായിരുന്നു. കുട്ടിയേടത്തി പോവാനാ പറഞ്ഞത്. എനിക്ക് സഹിച്ചില്ല. ഞാൻ കുട്ടിയേടത്തിയുടെ അടുത്ത് ചെന്നിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയേടത്തി എന്നെ മടിയിൽ കിടത്തി പുറം തടവിക്കൊണ്ട് പറഞ്ഞു, കുട്ടിയേടത്തി തൂങ്ങിച്ചാവും, കുട്ടിയേടത്തി ചാവരുത്. കുട്ടിയേടത്തി ചത്തുപോയാ? ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു ദിവസം വീട്ടത്തെ അമ്മ തൂങ്ങും, അപ്പോഴേ എല്ലാവർക്കും പടിയുള്ളൂ. ഞാൻ മിണ്ടാതെ ഭയന്ന് കുട്ടിയേടത്തിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ബാസ് പൊയ്ക്കോ. ഞാൻ പോയില്ല. ഞാൻ പോയാ കുട്ടിയേടത്തി തൂങ്ങി മരിച്ചാലോ? വലിയമ്മ കുട്ടിയേടത്തിയോട് കുറേ ദിവസത്തേക്ക് മിണ്ടിയില്ല. പകൽ മുഴുവൻ കുട്ടിയേടത്തി അയൽപ്പക്കത്ത് ചുറ്റി നടക്കും. ഭക്ഷണത്തിന്റെ നേരമാകുമ്പോൾ അടുക്കളയിൽ വരും. വലിയമ്മ പാത്രത്തിൽ എന്തെങ്കിലും വിളമ്പി വെച്ചിട്ട് പറയും, എന്നാ നക്കിക്കോ. അമ്മ കുട്ടിയേടത്തിയെ ഉപദേശിക്കും, പ്രായപൂർത്തിയായ ഒരു പെണ്ണാ, ഇങ്ങനെ തെണ്ടി നടക്കരുത്. പക്ഷെ കുട്ടിയേടത്തി അതനുസരിച്ചില്ല.